നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിൽ നടത്തിയ കുട്ടികളുടെ ഹരിത സഭ കില റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം ശുചിത്വ പ്രതിജ്ഞ കില തീമാറ്റിക് എക്സ്പെർട്ട് ധന്യ ചൊല്ലിക്കൊടുത്തു. നവകേരളം RP ടിനു TA, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ M, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൻ ദേവസി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 13 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ഹരിതസഭയിൽ പങ്കെടുത്തു. ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്നും റിപ്പോർട്ട് അവതരണവും സ്കിറ്റും മറ്റ് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ഓരോ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ അത് അവരുടെ പങ്കാളിത്തം കൂടെ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ഈ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ചു മുമ്പ് തന്നെ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി. കുട്ടികളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പറയാനുള്ള ഒരു റിവ്യൂ കൂടിയാണ് ഈ വർഷത്തെ കുട്ടികളുടെ ഹരിതസഭ. അപ്പൊ കുട്ടികളെ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത്? കുട്ടികൾ വളരെ സത്യസന്ധരായും ആത്മാർത്ഥമായും ഇത്തരം കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. അല്ലേ? കോംപ്ലിമെന്റ് അല്ലേ? തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര BSNL ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര ഏരിയ സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി TK പത്മനാഭൻ, CPIM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി VK മുകുന്ദൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, നേതാക്കളായ CD സിബി, സ്വപ്ന സത്യൻ, ഷിനി ജെയ്സൺ, MM ഗോപാലൻ, CJ റെക്സ് എന്നിവർ സംസാരിച്ചു. ഈ സംരക്ഷിച്ച് നിലനിർത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 2008 രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കിയ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള ക്ഷീരമേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ തൊഴിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റും അതിനുശേഷം അധികാരത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരും എല്ലാം ഈ പദ്ധതി ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് അനുമോദന സമ്മേളനം നടത്തി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിലുള്ള ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ നവംബർ 29-30 തീയതികളിൽ ഇറ്റലിയിൽ വച്ചുള്ള മാർപ്പാപ്പ പങ്കെടുക്കുന്ന സർവമത സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ അംഗം BJ ജോർജി എന്നിവരെ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു നന്ദിയും പറഞ്ഞു. യോഗത്തിൽ ഡേവിസ് MD, ചന്ദ്രൻ കൊളത്താപ്പള്ളി, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, ജോബി മേലെടുത്ത്, റെയ്സൻ ആലൂക്ക, ബിജു മാളക്കാരൻ, ആൻറ്റോ മേനാച്ചേരി, ജോയ് പാനികുളം, ബഷീർ ET, ആൻറ്റോ എരിഞ്ഞേരി, ആന്റണി PV എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ മനസ്സുകളിൽ നിന്ന് മറന്നുപോയ രാജ്യചിന്തകളൊക്കെ ഇന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. സമകാലികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന വാർത്തകൾ അത്തരത്തിലുള്ള ചിന്തകൾ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഒരുപോലെ നമ്മുടെ പള്ളിയും അമ്പലവും അതുപോലെ മഹല്ലുകളും ഒക്കെ ഒരുമിച്ച് നിന്നിരുന്ന മദ്യലഹരിയിൽ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കയറിപ്പിടിച്ച പോലീസുകാരനെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. മലക്കപ്പാറ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മുരിങ്ങൂർ ആറ്റപ്പാടം സ്വദേശി 48 വയസ്സുള്ള മണ്ടി ഷാജുവിനെതിരെയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. കോയമ്പത്തൂരിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനിയോടാണ് ഇയാൾ അപമര്യാദയായി പെരുമാറിയതായി പറയുന്നത്. സംഭവത്തിന് ശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DYSP PK സുമേഷാണ് കേസെടുത്തിരിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ കയറിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിവിലാണ്. ചാലക്കുടിയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് 16 ഗ്രാം MDMAയുമായി ഒളരി സ്വദേശിയും നിലവിൽ ആമ്പലൂർ പുലക്കാട്ടുകരയിൽ താമസക്കാരനുമായ പുത്തഞ്ചിറക്കാരൻ വീട്ടിൽ 35 വയസ്സുള്ള ഡെയ്സൺ തോമസ് എന്നയാളാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും നടത്തിയ തിരച്ചിലാണ് ഇയാൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ചാലക്കുടി DYSP K സുമേഷ്, തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP M ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡെയ്സൺ. പ്രതിയെ പിടികൂടുവാനും മയക്കുമരുന്ന് കണ്ടെത്തുവാനും ചാലക്കുടി ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സബ് ഇൻസ്പെക്ടർമാരായ ജോപി ജോസ്, ജില്ലാ ലഹരി വിരുദ്ധ സേനാംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, വിശ്വനാഥൻ KK, സിൽജോ VU, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, സൈബർ പോലീസ് ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ്, രജീഷ്, ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ സുരേഷ് കുമാർ CR, ടെസ്സി KT, പ്രദീപ് PD, ബിനു പ്രസാദ് എന്നിവരും ഉണ്ടായിരുന്നു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഡിസംബർ 3, 5, 6, 7 തീയതികളിൽ കുന്നംകുളത്തെ വിവിധ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിന്റെ വിവിധ വേദികളും മത്സര ഇനങ്ങളും വഴികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പബ്ലിസിറ്റി കമ്മിറ്റി തയ്യാറാക്കിയ ബ്ലോഗിന്റെ ഉദ്ഘാടനവും മുനിസിപ്പൽ ചെയർപേഴ്സൺ നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലറും വിവിധ കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരും വിവിധ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും പ്രധാന അധ്യാപകരും കുട്ടികളും യോഗത്തിൽ പങ്കെടുത്തു. കുന്നംകുളം AEO A മൊയ്തീൻ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ നവീൻ K കുമാർ നന്ദിയും പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, P സോമശേഖരൻ, ഷബീർ PK, സജിനി പ്രേമൻ എന്നിവരും കൗൺസിലർമാരായ ബിജു V ബേബി, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, ലീല ഉണ്ണികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. 3 മാസം പ്രായമായ കുഞ്ഞടക്കം വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. CMI സ്കൂളിന് സമീപം താമസിക്കുന്ന തെറ്റയിൽ ജോൺസന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്.
ബുധനാഴ്ച പുലർച്ചെ 1:30 സംഭവം നടക്കുമ്പോൾ ജോൺസണും ഭാര്യ ഡേസിയും മകൻ ആഷിഖ്, മകൾ അനിറ്റയുടെ 3 മാസം പ്രായമായ കുഞ്ഞ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. തീപിടുത്തമുണ്ടായ മുറിയുടെ എതിർവശത്തെ 2 മുറികളിലാണ് ഇവർ കിടന്നിരുന്നത്. തീയും പുകയും ഉയരുന്നത് മുറിയിൽ നിന്ന് കണ്ടയുടനെ തന്നെ എല്ലാവരും പുറത്തേക്കിറങ്ങുവാൻ സാധിച്ചതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമീപത്ത് വീട് പണിയുവാൻ കൊണ്ടുവന്നിരുന്ന വലിയ പൈപ്പ് ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ഒരു മുറിയിലെ കട്ടിലും കിടക്കയും സെറ്റിയും ഫാനുമടക്കം എല്ലാം കത്തിനശിച്ചു. ആ മുറിയുടെ 2 ജനൽ ചില്ലുകൾ പൂർണ്ണമായും പൊട്ടി പുറത്തേക്ക് തെറിക്കുകയായിരുന്നു. നാട്ടുകാരുടെ കൂടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ജോൺസണും ആഷിഖും പുക ശ്വസിച്ച് ശ്വാസ തടസ്സത്തെ തുടർന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആരുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് ഒച്ചയെടുത്ത് ആളെ വിളിച്ച് കൂട്ടി മോട്ടറടിച്ച് വെള്ളം ഒഴിച്ച് തീ കെടുത്തി. അവരപ്പോഴേക്കും വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി. കുഞ്ഞ് കിടാവുണ്ട്. അങ്ങനെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെ കൂടി. ചാലക്കുടി നഗരസഭ സംഘടിപ്പിച്ച കാർട്ടൂൺ ചിരി വര ആവേശമായി. നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം അനിൽകുമാർ, പ്രീതി ബാബു, ആനി പോൾ, കൗൺസിലർമാരായ ജിതി രാജൻ, ജിജി ജോൺസൺ, ജോർജ് തോമസ്, നിത പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു AM പദ്ധതി വിശദീകരണം നടത്തി. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു ക്ലാസ് എടുത്തു. ചിത്രകാരൻ മന്നൂസ് കാർട്ടൂൺ ചിരി വരയ്ക്ക് നേതൃത്വം നൽകി. ഒരു നഗരസഭ നടത്തുന്ന ഇത്തരത്തിലെ ആദ്യത്തെ പദ്ധതിയാണ് ഇത്. ചാലക്കുടി നഗരസഭ നിപ്മർ കലേറ്റുങ്കര എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാലക്കുടി നഗരസഭയുടെ കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ പ്രൈമറി വിദ്യാർത്ഥികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് അടിസ്ഥാനത്തിൽ പഠനത്തിൽ പുറകിലായ കുട്ടികളെ കണ്ടെത്തി വിശദമായ അസസ്മെന്റ് പ്രക്രിയയിലൂടെ കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി വിദഗ്ധരുടെ സഹായത്തോടെ പ്രശ്ന പരിഹാര ബോധനം നൽകുന്ന രീതിയിലാണ് പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇരിഞ്ഞാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. വെള്ളാങ്കല്ലൂർ ചാമുക്കുന്ന് സ്വദേശിനി വാഴൂർ വീട്ടിൽ 39 വയസ്സുള്ള ഷൈജിയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തുനിന്നും വന്നിരുന്ന അരിപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികയായ ഷൈജിയെ തൊട്ടടുത്തുള്ള ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7105 രൂപ, പവന് 56,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു.
തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.